ഒരു വാട്ടർ ചായ കുടിക്കാനുള്ള സമയമുണ്ട്. നീ ആ കൊല ഇറക്കി. ആശാനെ, ആ ഞാൻ സെക്കൻഡ് ഇട്ടിട്ട് വണ്ടി ഇറക്കിയെടുത്താം. നിനക്ക് ചായ കുടിക്കണ്ടേ? എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട, ക്ലച്ച് ചവിട്ടി ഇറക്കിയാൽ മതി. ഇയാളെ എന്ത് ആശാനാണ്? പാലിച്ചോട്ടൊരു ചായ. ആ ജോക്കട്ടെ, എന്തൊക്കെയാ? എടാ പാപ്പച്ച, നിന്റെ വീട്ടിലെ കീരിയുടെ പല്ലോ മുള്ളമ്മന്നിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് കാണിക്കൂ പാപ്പച്ച. ആനക്കൊമ്പൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ഉണ്ട് എടുത്തു കൊടുക്കുക പാപ്പച്ച. അവൻ പഴച്ചു പോട്ടെന്നേ. എടോ താനെന്ത് കോ പറഞ്ഞിട്ടാ? കാലം മാറി. ഇവനെ പോലെ തലയിൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പച്ചന്റെ അപ്പൻ മീശമാത്തൻ. പണ്ട് ആന്റണി സർക്കാർ ചാരായം നിർത്തലാക്കിയപ്പോ ഒതുങ്ങി പോയോണ്ടാ. അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാറുന്നു ആനക്കൊമ്പും പുലിത്തോലും ഒക്കെ. സംശയം ഉണ്ടെങ്കിൽ മീശോട് ചോദിച്ചു നോക്ക്. 1ാം ക്ലാസ് പോലെ ഒന്നിച്ച് പഠിച്ചോളാം അവര്. എത്രാം ക്ലാസ് വരെ? 1ഉം 2ഉം. ചായക്കടയിലാണോ 1ന്റെയും 2ന്റെയും കഥ പറയുന്നത്? സാറേ ഞാൻ ചുമ്മാ ചവിട്ടണ ഞാൻ കണ്ടു. പൊതുവടത്തിലാണോ പുകവലി? അല്ല സാറേ, തരട്ടെ ഒരു പെട്ടി. വേണ്ട വേണ്ട. ആ ഒരു പഴംപൊരി എടുക്ക പൈലി. ജെയിംസ് സാറേ. ആഹാ, പാപ്പത്തിനായിരുന്നു. കണ്ടില്ലായിരുന്നു കേട്ടോ. എടാ നാട്ടുകാർ പറയുന്ന കേട്ടു ഇനിയിപ്പം ജിറാഫിനിട്ടും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന്. അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ചുമ്മാ. അപ്പം കാട്ടുമരം കയറിയതിൻ്റെ പാട് അകന്തോടെ കാണും. അത് അപ്പൻ്റെ എന്ന് പറഞ്ഞാൽ മോൻ മുണ്ടും പൊക്കിക്കൊണ്ട് നടന്ന തുള വീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ. അല്ല പാപ്പച്ച, നീ ജീവിതത്തിൽ ഇന്നേ വരെ കാട്ടുമൃഗത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ചത്തതിനെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചബംഗ്ലാവിലേക്ക്. നീയും പോരെ? കാണിച്ചാലാടാ കട്ടിലിരിക്കും. എന്തൊരു അപമാനം. പാപ്പത്തിന് ഇരുത്തിയും കൊല്ലുക. എടാ പാപ്പച്ച, ഈ ജെയിംസ് ഒരു ദിവസം പള്ളിമുറ്റത്ത് വെച്ച് പറയുക, നീ ഒന്നൊരു മരമാക്രയും കണ്ടിട്ടില്ലെന്ന്. ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടി ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തിനെയും കടുവേനെയും ഒക്കെ എയർഗൻ വെച്ച് വെടിയാന്ന്. ഞാൻ വിശ്വസിച്ചില്ല. കുറെ നേരം ആയാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പാപ്പച്ച 4 വയസ്സായപ്പോ ചോന്നിട്ടുണ്ട്. നീ പറഞ്ഞ എയർഗണല്ല, ഇരട്ടക്കുഴല്. തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത്. ആ ഇറങ്ങിപ്പോയ നാറിയിടും പറഞ്ഞേക്ക്. തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാം. ഞാൻ വരും. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നോ? 1 അല്ല 2 പ്രാവശ്യം. എടാ നീയും കാത്തിരുന്നോ ഞാൻ വെടിവെച്ച് തിന്നാൻ? ആ ഇത് തന്നെ പാപ്പച്ച വായനശാലയിലും പറഞ്ഞത്. താനും പാപ്പച്ച ചായ. ദേ അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കും. ഇവനൊക്കെ ഞാൻ ചോദിച്ചില്ല ആശാനെ. എന്റെ അളിയ, നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ തകരാവോ? കാം അളിയ കാം. പിന്നെ ആ പാമ്പുടുത്തം അളിയൻ കുറച്ച് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്, ബിൽക്കുൽ. അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും ഏക്കുകയല്ല. അല്ലളിയ, ഇത്രയും കാലം യുവമാരോട് നടന്നിട്ട് അളിയൻ പഠിച്ചോ ഹിന്ദി? ആയി ശരി. അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം, അതോ നാട്ടുകാർ അളിയനിട്ട് പണിയുന്നതാണോ പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നമാണ്. ആ അതാ ഞാൻ പറഞ്ഞത്. അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം. വെടിവെക്കാൻ കാടാ ബെസ്റ്റ്. ദേ ഇന്ന് വരെ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു മ്ലാവിൻ്റെ കൊമ്പ്. അളിയൻ വിചാരിച്ചാൽ നടക്കും. ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാക്കൊത്തിട്ട് വരട്ടാനും നല്ല രുചിയാ. കഴിച്ചിട്ടില്ല? നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ? അതാ ഇങ്ങനൊരു ദണ്ണം പറയാൻ വന്നതാ? എന്തോന്ന് ദണ്ണം? ഞാൻ പോവാ. പിന്നെ പിള്ളേരെയും കൊണ്ട് നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, തലേദിവസം വന്നാൽ മതി. അതേടെന്നറി, ഞാൻ വരുന്നില്ല. എനിക്കെന്റെ കുടുംബത്തോട്ട് വരാമല്ലോ. ദാ ഇരിക്കുന്നാണ്ടാ കൊച്ചിനുള്ള സമ്മാനവാ. 6 അടുത്ത് നിന്നങ്ങാണ്ട് 350 രൂപയ്ക്ക് വാങ്ങിച്ചതാ. ആക്രിയ വർക്കിംഗ് കണ്ടീഷനാ. മനസ്സിലായി? നിനക്കത് തന്നെ വേണം. നിന്റെ അല്ലേ കെട്ടിയോ? നിനക്കും അത് തന്നെ വേണം. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ കൊടവാ, അതും ചവിട്ടി ചാക്കി കയറ്റിയാ. ഏത് ഇതോ? ആ നിന്നെ ആരാണ്ട് സെക്കൻഡ്സ് ഒന്ന് പറ്റിച്ചതാ. പോടുന്നു. എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും. അത് പണ്ടേ ഉള്ളൊരു ശീലമാ. പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. അളിയാ, മറ്റേ കൊമ്പിന്റെ കാര്യം. അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ ഓ ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി, വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? भैया पादरी किधर है?
ആ നീയായിരുന്നോ? ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു. ഞാനും അങ്ങനെ കരുതി. ഓ ഡാ ജിതേന്ദ്ര, ഇതൊക്കെ നമുക്ക് അടിച്ചു മാറ്റിയേ. ഇനി നീ അടിച്ചോ. നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ഒരു ഉളത്തരം ഉണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. എടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും. അല്ലച്ചോ, നമ്മൾ ഈ നായാട്ട് കുടുംബം ആവും. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക. അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ, ആര്? മറ്റേ മാനിയൻ പോലീസുകാരൻ. അവൻ എന്നെ 3ാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ. ഓ നീ അത്ര മോശമൊന്നല്ല. എടാ അവന്റെ ആ ചന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കൃതരത്തിന്റെ. ആരാണത് എഴുതിയത്? സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ? ഈ ജെയിംസ് കുട്ടിയാ? നേരാണോടാ? ഞാൻ കണ്ടതാ. എന്റെ അമ്മയാണ് സത്യം. ഹലോ ഹലോ മാങ്കുഴിയച്ചനാണോ? ആ ഇത് ഞാനാ. എന്താ കാട്ടുകാരൻ വിളിച്ചോ? എന്താ വിശേഷിച്ച്? നമ്മുടെ ആ ലില്ലിക്കുട്ടിയുടെ ബ്രദർ തന്നെയല്ലേ ഇപ്പൊ അവിടുത്തെ AC? അല്ല അച്ഛോ, ഒരു ചെറിയ തോക്കിന്റെ കേസാണ് സർ. അല്ല അച്ഛോ, അതെന്താ അച്ഛനിപ്പോ ഇടവക്കാരുമായി തോക്കൊണ്ടൊരു കളി? അത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ. അതൊന്ന് കൈകാര്യം ചെയ്യണം അച്ഛോ. ആ ഞാൻ ശ്രമിക്കാം. ശരി. വേണ്ട വേണ്ട വേണ്ട, നല്ല ഉടുമ്പിന് കിട്ടുകയാണെങ്കിൽ ഒന്നിന് തന്നേക്കണേ. പൊന്നുടുപ്പ് മതി, പൊന്നുടുപ്പ്. എടാ ഈ വല്ലാത്ത കിതപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ. പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും 4 റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഒരു ഇതാണത്. പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു 5-5.5 കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി. പക്ഷെ ഈ നോമ്പ് കാലം ആയിരുന്നോണ്ട് കളയേ. ആര് കളയുന്നു? എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നിട്ട് വന്നു. വെറുതെ എന്തിനാ അവരും കൂടി പാപികളാക്കുന്നത്? നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വലിയ ആളാവണം കേട്ടോ. വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം. എനിക്ക് ഡോക്ടറായാൽ മതി. എടാ ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ, എന്നിട്ട് ഈ ലോട്ടറി വിട്ടുകൊണ്ട് നടത്താൻ. ഡോർ നടച്ചേക്കണേ. അല്ല ജെയിംസ് സാറേ, ഇന്നത്തെ ബൈക്ക് എടുത്തില്ലേ? ബൈക്ക് എടുത്താൽ പിന്നെ ഇവത്തെ കാരണം കാര്യമുണ്ട്. വല്ല കാര്യം. നീ കരുതേ ഓ മാനെ കണ്ടല്ലേ, ചുമ്മാ ബഹളം ഉണ്ടാക്കണടാ. ഹലോ, ഈ വഴി ആദ്യമായിട്ടാണോ? അതെ അതെ അതെ. ആ കാഴ്ചമംഗലാവരൊന്നും പോയിട്ടില്ലയോ? ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒച്ച കൂടി പോയതാ കേട്ടാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ പറ്റി മേഡം? എന്തോ പറ്റിയിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ. വർക്ക്ഷോപ്പിൽ ആള് വരേണ്ടി വരും. ഓ ഈ പാട്ടൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ട KSRTC ലാഭത്തിലായെന്ന്. സേവറേ ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോ ആക്രി വിലക്ക് വല്ലതും കിട്ടുമായിരിക്കും. അത് ഞാൻ ചോദിച്ചോളാം. അല്ല ജെയിംസ് സാറേ, നമ്മുടെ പാപ്പച്ചനളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് സാറിനെ വിളിച്ചില്ലല്ലേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാനെന്താ അവൻ്റെ അമ്മാവനോനോ? ആക്രത്തണ്ടി ആക്കാൻ വന്നേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തി ആയില്ലയോ? അളിയന്റെ മെയിൻ ശത്രു അല്ലേ? ഞാൻ കാണുമ്പോ ഈ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം. എന്നാ കാരണം ആർക്കറിയാം? അതെനിക്കും അറിയത്തില്ല. പക്ഷെ അളിയന്റെ ശത്രു എന്റെ ശത്രുവാ.